നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ആനകളെ വേട്ടയാടി പിടിച്ച് വളർത്തിയിരുന്നത്. നൈൽ നദീതട സംസ്കാര രീതികൾ അത് തെളിയിക്കുന്നുണ്ട്. ഇന്ത്യയിലും സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലത്ത് തന്നെ മനുഷ്യർക്ക് ആനകളുമായി സമ്പർക്കങ്ങളുണ്ടായിരുന്നു. പിൻകാലത്ത് ഉടലെടുത്ത രാജ്യങ്ങളിൽ കരസൈന്യത്തിൽ ആനകളെ ഉപയോഗിക്കാൻ തുടങ്ങി. പോറസ് എന്ന രാജാവിനെതിരെയുള്ള യുദ്ധത്തിൽ മഹാനായ അലക്സാണ്ടർക്ക് ആനകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മിക്ക യോദ്ധാക്കളും കൂടുതലായും മരിച്ചത് ആനകളുമായി ഏറ്റുമുട്ടിയിട്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ആനകളുടെ ശക്തിക്ക് മുന്നിൽ അലക്സാണ്ടർക്ക് പിന്തിരിഞ്ഞ് പോകേണ്ടിയും വന്നു. പിന്നീട് ഒരു തവണ വീണ്ടും ഒരു യുദ്ധം ഉണ്ടായപ്പോൾ ആനകളിൽ നിന്ന് തന്നെ അലക്സാണ്ടർക്ക് പരുക്കും ഏൽക്കേണ്ടി വന്നു. ഇതൊക്കെ ചരിത്രമാണേ, നമ്മുടെ ആനകളെ കുറിച്ചുള്ള ചരിത്രമാണേ. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഈ ആനകൾക്കും ദുഃഖവും വിരഹവും ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ മനുഷ്യരെ പോലെ തന്നെ ആനകൾക്ക് ഇപ്പോൾ ഏതെങ്കിലും വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ, സ്നേഹിതന്മാരോ അതായത് നമ്മൾ ബന്ധുവോ അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവില്ലേ. അതേപോലെ തന്നെ ഈ വേർപാടിൻ്റെ ദുഃഖം മറക്കുക എന്നത് ഈ ആനകൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ അറിയാമായിരുന്നോ? ഒരു ആനയുടെ മരിച്ച ശരീരം കണ്ടാൽ മറ്റു ആനകൾ മണത്ത് നോക്കാറുണ്ട്. എന്തിനാണെന്നറിയോ? അത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ആനയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്രയ്ക്ക് ഇമോഷണൽസാണ്, അതായത് അത്രയ്ക്ക് സ്നേഹബന്ധമാണ് ഇവർ തമ്മിൽ. നിങ്ങൾക്കറിയോ, ഒരമ്മ മരിച്ചാൽ കുട്ടിയായ പെണ്ണാനകൾ അവരുടെ അമ്മയുടെ ശവശരീരത്തിന് മുമ്പിൽ നിന്ന് കരയാറുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കുമോ? എന്നാൽ സത്യമാണ് കേട്ടോ. അവരെങ്ങനെ അങ്ങനെ കരയാമെന്നറിയോ? തങ്ങളുടെ ടെമ്പറൽ ഗ്ലാൻഡിൽ നിന്ന് സ്രവം ഉൽപ്പാദിപ്പിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഈ വികാരങ്ങളും ഈ സങ്കടവും ദുഃഖവും സന്തോഷവും ഇതൊക്കെ നമുക്ക് മാത്രമല്ല, നമ്മുടെ മുന്നിൽ കാണുന്ന നമ്മളൊക്കെ ഒരു അത്ഭുതത്തോടെ പോലെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഭയങ്കര സ്നേഹത്തോടെയും ഒക്കെ നോക്കുന്ന, ചിലപ്പോൾ ഭയത്തോടൊക്കെ നോക്കുന്ന ഈ ആനകൾക്കൊക്കെ ഉണ്ട്. അത് പലർക്കും അറിയില്ല അതൊന്നും അങ്ങനെ ഉണ്ട്. പക്ഷെ അത് അറിയുന്നവരും ഒരുപാടുണ്ട് കേട്ടോ. ഈ ആനകളെ വളരെ നല്ല രീതിയിൽ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്വന്തം മക്കളെ പോലെ നോക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മൾ ഈ കരയുന്ന കാര്യം പറഞ്ഞു, അങ്ങനെ മാത്രമല്ല അവർ വികാരം പ്രകടിപ്പിക്കുക. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരു ആന മരിച്ചു കഴിഞ്ഞാൽ ചെരിഞ്ഞെന്ന് നമ്മൾ പറയാം. ആ ശവശരീരത്തിൽ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ തട്ടുക, ഒരു ഇടയ്ക്ക് തട്ടും. പിന്നെ ഇലകളും പുല്ലുകളൊക്കെ കൊണ്ട് ശവശരീരം മറവ് ചെയ്യാൻ വരെ ഇവർ ശ്രമിക്കും. ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുമല്ലേ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ആഴ്ചകളോളം ചിലപ്പോൾ ഈ മാംസങ്ങളൊക്കെ ഇങ്ങനെ മരിച്ചിങ്ങനെ അഴുകി തീരണ ഒരു സമയമുണ്ടല്ലോ, ആ സമയം വരെ ഇങ്ങനെ ആഴ്ചകളോളം ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ വന്ന് ഈ ശരീരത്തിനെടുത്ത് വന്നിങ്ങനെ ഒന്ന് കണ്ട് പോവും. അതായത് പ്രിയപ്പെട്ടവരുടെ ശരീരത്തിന് സമീപം ആളുകൾ ഇങ്ങനെ വരികയും എന്നിട്ട് ഒന്ന് നോക്കി പോവും. പ്രത്യേകിച്ച് മരിച്ചത് സ്വന്തം പങ്കാളിയാണെങ്കിൽ പറയും വേണ്ട. നേരിട്ടുള്ള കുടുംബമോ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയോ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഇവർക്ക് കൂടുതലായിട്ട് ഇവർ നമ്മളെ പോലെ തന്നെ ആ വികാര പ്രകടനങ്ങൾ കാണിക്കുക. ചിലപ്പോൾ ഇങ്ങനെ മരിച്ചവരുടെ ശരീരത്തിൽ അടുത്ത് ഭക്ഷണവും വെള്ളം വരെ കൊണ്ടു നിൽക്കും. ഒന്ന് ആലോചിച്ച്, ഞാൻ മരിച്ച ആൾക്കാരെ ആ ആനകളെ ആൾക്കാരല്ല ആനകളെടുത്തേക്ക് ഈ ബന്ധുക്കളായ മറ്റാനകൾ ഭക്ഷണവും വെള്ളവും വരെ കൊണ്ടു കൊടുക്കുന്നുണ്ട് പറയുമ്പോൾ എല്ലാത്തൊരു തന്നെയല്ലേ. ഞാൻ ഈ ആനകളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു പോകട്ടോ. ഈ ആനകളുടെ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഞാൻ ഗുരുവായൂർ ആനപ്പന്തിയിലാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ ആനകളെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി പറയണമല്ലോ, അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത് കേട്ടോ. നമ്മൾ മനുഷ്യരിൽ ആണും പെണ്ണും ഉണ്ട്. പക്ഷെ നമ്മൾ ആണും പെണ്ണും എങ്ങനെയായാലും പല കാര്യങ്ങളിലും വ്യത്യസ്തരാണ്, സ്വഭാവം എന്ത് നോക്കിയാലും. അതേപോലെ തന്നെ ഈ പിടിയാനകളും പിന്നെ കൊമ്പനാനകളും അല്ലേ, അതായത് ആണും പെണ്ണും അവർക്ക് അന്ന വ്യത്യാസമുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ പിടിയാനകളൊക്കെ പറഞ്ഞാൽ അധികം കൂട്ടത്തോടെ നടക്കുള്ളൂ. അതായത് ഓരോ കുടുംബങ്ങളും ഓരോ ബന്ധുക്കളും ഓരോപ്പരം നടക്കുള്ളൂ. അതാണ് ഒരു കൂട്ടം ആനകൾ. ആ ആനയെ നിയന്ത്രിക്കാൻ അതിൽ ഏറ്റവും മുതിർന്ന പിടിയാനായിരിക്കും. ആ ഏറ്റവും മുതിർന്ന പിടിയാനായിരിക്കും മുമ്പ് പോവുക. അതിൻ്റെ പുറകെ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ പ്രായം അനുസരിച്ച് ഇങ്ങനെ ബേക്കോട്ട് ഏറ്റവും കുഞ്ഞ് പിടിയാനകൾ ബേക്കോട്ട് അങ്ങനെ വരും. പക്ഷേ കൊമ്പനാനകൾ അങ്ങനെയല്ല. കൊമ്പനാൻ്റെ ആൺവർഗം ഓരോ ഇതെന്താ വെച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് നടക്കാനാണ് ഇഷ്ടം അല്ലേ. ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞില്ലേ നമ്മൾ, ഒറ്റക്കൊമ്പൻ. അതിൽ അവരുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. ഇവർക്ക് കൂട്ടത്തോടെ നടക്കാനായിട്ട് ഇവർ കൂടുതലായിട്ടും ഒറ്റയ്ക്ക് നടക്കും, ഒറ്റയ്ക്ക് നടക്കാനുള്ള അങ്ങനത്തെ ഒരു ഇതാണ്.
ഈ ആണാനകൾ സ്വന്തം ചെറുതാക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ സ്വന്തം കൂട്ടത്തിൻ്റെ പേരെ നടക്കാം. പക്ഷെ വലുതായി വരുമ്പോൾ അവരിങ്ങനെ കൂട്ടത്തിനോട് ഇങ്ങനെ ഇങ്ങനെ അകന്ന് ഇങ്ങനെ പോകും. ചിലപ്പോൾ കുറച്ച് മണിക്കൂറായിരിക്കും, ആ തുടക്കത്തിലൊക്കെ കുറച്ച് മണിക്കൂറായിരിക്കും, പിന്നെ ദിവസങ്ങളാവും. പിന്നെ ഇവർക്ക് ഏകദേശം ഒരു 14 വയസ്സൊക്കെ പറഞ്ഞത്, ഒരു 14 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ പൂർണ്ണമായിട്ടും ഇവർ ഈ സ്വന്തം കുടുംബവും സ്വന്തം ബന്ധുക്കളെ ആ കൂട്ടത്തോട് അകന്നിട്ടാണ് നിൽക്കുക. അതായത് സ്വന്തമായിട്ട് ഭക്ഷണം കണ്ടുപിടിക്കുക, അങ്ങനത്തെ ഒരു രീതിയാണ്. കൊമ്പനാനയും പിടിയാനയും ഇണ ചേരുന്ന കാര്യത്തിലും കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും എന്താ പറയുക, സ്ട്രോങ് ആയ ഏറ്റവും കരുത്തനായ ആനകൾക്കാണ് പെട്ടെന്ന് ഈ പിടിയാനകൾ വഴങ്ങാം. അതായത് കരുത്ത് കുറയുന്ന ആൾക്കാർക്ക് ഈ ഇണ ചേരാനായിട്ട് കുറച്ചുകൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കരുത്തന്മാർക്ക് പെട്ടെന്ന് നമുക്ക് എണ്ണ ചേരാൻ പിടിയാനകൾ കിട്ടും. എന്നൊക്കെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇണ ചേരാൻ വേണ്ടി ഇവർ തമ്മിൽ വലിയ തർക്കങ്ങളെന്നല്ല പറയാം, മാരകമായിട്ടുള്ള ഫൈറ്റൊക്കെ നടക്കും ഈ ആനകൾ, കൊമ്പനാനകൾ തമ്മിൽ. അതിൽ നന്നായിട്ട് പരസ്പരം മുറിവൊക്കെ ഏൽക്കും. ഇണ ചേരുന്ന കാര്യത്തിൽ ഇവർ നല്ല അതായത് ഈ കൊമ്പനാനകൾ തമ്മിൽ നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഏത് വർഗ്ഗം എടുത്താലും ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ സത്യം പറയാന്ന് വെച്ചാൽ. ആനയുടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരിതാണ് തുമ്പിക്കൈ. നമ്മുടെ ഏറ്റവും ആകർഷണം അല്ലേ ആനയ്ക്ക്. ഈ തുമ്പിക്കൈ പറഞ്ഞാൽ മേൽചുണ്ടും മൂക്കും കൂടി ചേർന്ന ഒരവയവമാണ്. നീളത്തിലുള്ള ഈ അവയവം ഏറ്റവും സവിശേഷമായ ഒരു അവയവമാണ് ആനയ്ക്ക് കേട്ടോ. അതിന് വെള്ളം എടുക്കാനും ഭക്ഷണം ഇതാക്കാനും എല്ലാ കാര്യത്തിനും ഏറ്റവും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു അവയവമാണ് തുമ്പിക്കൈ. ആനകൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോഴും ഇനി ഇണ ചേരുമ്പോഴൊക്കെ ഇങ്ങനെ ആധിപത്യം സൃഷ്ടിക്കാനൊക്കെ ഈ തുമ്പിക്കൈ വളരെ ഒരു ഉപയോഗിക്കാറുണ്ട്. തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിക്കുന്നത് ഒരു താക്കീതോ അല്ലെങ്കിൽ പേടിപ്പെടുത്തലൊക്കെ ആകാം, ഒരു ഭീഷണിയോ സ്വരമൊക്കെ ആവാണ്. തുമ്പിക്കൈ താഴ്ത്തി പിടിക്കുന്നത് ഒരു പരാജയം സമ്മതിച്ച് അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ ഈ ഫൈറ്റൊക്കെ നടക്കുന്ന സമയത്ത് തുമ്പിക്കൈ താഴ്ത്തി പിടിച്ചാൽ ഒരു പരാജയം സമ്മതിച്ച് കൊടുക്കുന്ന ഒരു രീതിക്കാണ് കേട്ടോ. ഈ മറ്റു ആനകളുമായിട്ട് വഴക്കുണ്ടാകുമ്പോൾ സ്വയം രക്ഷയ്ക്ക് ആനകൾ തുമ്പിക്കൈ കൊണ്ട് അടുക്കുകയും ചുറ്റിപ്പിടിച്ച് വലിച്ചെറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മണം പിടിക്കുവാനും ആനകൾ തുമ്പിക്കൈ ആണ് ഉപയോഗിക്കാറ്. ആനയുടെ വായിലുള്ള ഒരു പല്ലാണ് ഈ ആനക്കൊമ്പ്, അതറിയാലോ. നമ്മളെ പല്ല് പോലെ തന്നെ ആനയുടെ വായിലുള്ള ഒരു സാധാരണ പറയാൻ ശരി 2ാം ഒളിപ്പല്ലാണ് ഈ ആനക്കൊമ്പ് എന്നാണ് കേട്ടോ. ഇത് ജീവിതാവസാനം വരെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് ആനക്കൊമ്പ് ജീവിതാവസാനം വരെ അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് കുറച്ച് പ്രായം കൂടി ആനകൾക്കൊക്കെ വലിയ ആനക്കൊമ്പ് നമ്മൾ കാണാറ്. വലിയൊരു ആനയുടെ കൊമ്പ് വർഷത്തിൽ 7 മുതൽ ഒരു 7 മുതൽ 8 ഇഞ്ച് വരെയൊക്കെ വളരാം, മാക്സിമം 7 ഇഞ്ച് വരെ. നമുക്കൊക്കെ ഈ ആനക്കൊമ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് ഈ സാധാരണ ആനക്കൊമ്പ് കുത്തി ആൾക്കാർ ഒരുപാടൊക്കെ മറിക്കാറുണ്ട് മതം പൊട്ടിയാലേ. ആനക്കൊമ്പ് പറയുമ്പോൾ നമുക്ക് പേടിയാണ്, ഒരു ഭയമാണ്. സത്യം പറഞ്ഞാൽ ഈ ആനക്കൊമ്പ് എന്തിനൊക്കെയാണ് ഇവർ ഉപയോഗിക്കുക? ഇവരെ ഭക്ഷണത്തിനാണ്. മണ്ണ് കുഴിച്ച് വെള്ളം എടുക്കാനൊക്കെ ഇവർ ആനക്കൊമ്പാണ് ഉപയോഗിക്കുക. പല കാട്ടിലൊക്കെ എല്ലായിടത്തും വെള്ളം കിട്ടിക്കോളുന്നില്ല, അപ്പോൾ ഇവർ മണ്ണ് കുഴിച്ചിട്ടാണ് വെള്ളം എടുക്കുക. പിന്നെ വേരുകൾ, അങ്ങനെ ധാതു ലവണങ്ങൾ എന്നിവയൊക്കെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കാനൊക്കെ ഇവർ ഈ ആനക്കൊമ്പാണ്. അതായത് നമ്മൾ പല്ല് ഉപയോഗിക്കുന്ന പോലെ ഓരോരോ ആനക്കൊമ്പ് ഉപയോഗിക്കാം. പിന്നെ മരങ്ങളുടെ തൊലി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മരങ്ങളുടെ തൊലിയൊക്കെ പൊളിച്ചെടുത്ത് കഴിക്കാനൊക്കെ ഈ ആനക്കൊമ്പ് ഇവർ ഉപയോഗിക്കും. നമുക്ക് തന്നെ ഈ 2 കൈ അല്ലേ ഭക്ഷണം കഴിക്കാനും എന്തൊക്കെ ഉപകാരത്തിന്, നമ്മളെല്ലാ കാര്യത്തിനും 2 കൈയില്ലെങ്കിലും അവസ്ഥ അല്ലേ. ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, എന്നാലും വല്ലാത്തൊരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അതേപോലെ തന്നെയാണ് ഇവർക്ക് 2 കൊമ്പും 2 കൈയിനെ പോലെ തന്നെ. നമുക്കറിയാം, നമ്മൾ വലം കയ്യന്മാരുണ്ടാവും, ഇടം കയ്യന്മാരുണ്ടാവും. നമ്മൾ പറയാൻ കാരണം വെച്ചാൽ വലം കയ്യന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ വലം കൈക്ക് ബലം കൂടുതലായിരിക്കും, ഇടം കയ്യന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് ഇടം കൈക്ക് ബലം കൂടുതലായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ ആനക്കൊമ്പ്. ഇവർക്ക് ഏതെങ്കിലും ഒരു കൊമ്പിലായിരിക്കും ഏറ്റവും കൂടുതൽ ബലം ഉണ്ടാവുക. ചിലപ്പോൾ ഇടത്തെ ഭാഗത്ത് കൊമ്പിനായിരിക്കും, അല്ലെങ്കിൽ വലത്തെ ഭാഗത്ത് കൊമ്പിനായിരിക്കും. ഏറ്റവും ബലമുള്ള കൊമ്പിനെ തിരിച്ചറിയിച്ചാൽ അതിൻ്റെ അറ്റഭാഗത്ത് നല്ല ഉരുണ്ടെടുക്കും. അതായിരിക്കും അവർ കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ വലത് കൈ ആണെങ്കിൽ നമ്മൾ വലത് കൈയാണല്ലോ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഈ കൊമ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുക വെച്ചാൽ, ഒരു വലം കൈമാരാണെങ്കിൽ അല്ലെങ്കിൽ വലതേ കൊമ്പിലാണതാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അഗ്രഭാഗം ഉരുണ്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മളെ മനുഷ്യന്മാരൊക്കെ പണ്ട് വേട്ടയായിട്ട് ഈ ആനക്കൊമ്പ് ഒരുപാട് മോഷ്ടിക്കാറുണ്ട്. പണ്ടെന്നല്ല, ഇപ്പോഴും ഉണ്ട് അല്ലേ, വാർത്തകളൊക്കെ കാണാറില്ലേ. ഈ കൊമ്പ് ശില്പങ്ങൾക്കും പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്, നല്ല വിലയാണ്. അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഈ ആനക്കൊമ്പൊന്നും പോയിട്ട് ആരും മോഷ്ടിക്കാനും നിൽക്കരുത്. അത് ആനയ്ക്ക് ആവശ്യമുള്ള സാധനമാണ്, അത് ഇമ്പക്ക് ഉള്ള സാധനം. നമ്മളൊരു കൈ പോയാൽ എങ്ങനെ ഉണ്ടാവും,
അതേപോലെയാണ് ഈ ആനക്കൊമ്പ് പോയത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് നമ്മൾ അതിനെ ഉപദ്രവിക്കാതിരിക്കാം. ഇതേപോലെ ഇവിടെയൊക്കെ കാണുന്ന പോലെ അതിനെ നല്ല ഭക്ഷണം കൊടുത്ത് ഇപ്പോൾ നല്ലപോലെ പോറ്റാണെങ്കിലും കുഴപ്പമില്ല, നല്ലപോലെ നിങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ ആനക്കൊമ്പ് പറിച്ചെടുക്കുന്നതൊക്കെ മുറിക്കുന്നതൊക്കെ കുറച്ച് ഒരു തീരെ ഒരു ഇതില്ലാത്ത പരിപാടിയാണ്. നമുക്കറിയാം തൂണ് പോലെയാണ് ഈ ആനകളുടെ ഈ കാല് ഉണ്ടല്ലേ, അത്രയും നേരെ നിവർന്നിട്ട് നല്ല വണ്ണമേ അതിൻ്റെ അടിയിൽ വൃത്താകൃതിയൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആനയ്ക്ക് കുറേ സമയം, നമ്മൾ ഉത്സവത്തിന് കണ്ടില്ലേ, കുറേ സമയം ഇങ്ങനെ ഒരു ക്ഷീണമില്ലാണ്ട് നിൽക്കാൻ കഴിയുന്നത്. എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നാൽ മാത്രമേ ആന ഇങ്ങനെ ഒരു കുഴഞ്ഞ പോലെ ഇരിക്കാറുള്ളൂ. അപ്പോൾ ഈ ഇത്രയും നല്ല ബലമുള്ള കാലുകളുള്ളതാണ് ഇവർക്ക് വലിയ അധികം ക്ഷീണമൊന്നുമില്ലാണ്ട് അതിന് കാലിന് ഒരു പ്രയാസമില്ലാണ്ട് ഒരുപാട് സമയം നിൽക്കാനും നടക്കാനൊക്കെ സാധിക്കുന്നത്. ഒരുപാട് കിലോമീറ്റർ സഞ്ചരിക്കും, അതായത് വിശ്രമിക്കാണ്ട് ഒരുപാട് കിലോമീറ്റർ ഇവർ സഞ്ചരിക്കും. അപ്പോൾ ഇത്രയും ഇത് കിട്ടുന്നത് ഇവരെ ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ആനയ്ക്ക് നന്നായിട്ട് നീന്താറേട്ടോ, കയറ്റുകൾ കയറാനൊക്കെ നന്നായിട്ട് കഴിയും. പക്ഷേ ഈ തുള്ളാനി ചാടാൻ പെട്ടെന്ന് ഓടുമ്പോൾ ഈ നല്ല വേഗം ആർജിക്കാനൊന്നും കഴിയില്ല. ഏറ്റവും വേഗത്തിൽ ഓടുന്ന മനുഷ്യക്കാട് വേഗത്തിൽ ഓടാൻ ആനയ്ക്ക് കഴിയുമെങ്കിലും ഒരേ വേഗത്തിൽ മാത്രമേ ആനയ്ക്ക് ഓടാൻ കഴിയുള്ളൂ. നമ്മളെ പോലെ മെല്ലോടി പിന്നെ സ്പീഡോട് അങ്ങനൊന്നും ആനയ്ക്കില്ല. ആനയ്ക്ക് ഒരേ വേഗത്തിൽ ഓടാൻ കഴിയുള്ളൂ. വേഗം ഇഷ്ടംപോലെ കുറയ്ക്കാനോ കൂട്ടുവാനോ ഈ ആനയ്ക്ക് കഴിയില്ല. ആന ഒരു ദിവസം സഞ്ചരിക്കുന്ന അത്ര ദൂരം സഞ്ചരിക്കുന്ന മൃഗങ്ങൾ വളരെ കുറവാണ്. അതാണ് മറ്റൊരു കാര്യം. അത്രയ്ക്കും ദൂരം നേരത്തെ പറഞ്ഞ പോലെ ആന സഞ്ചരിക്കാറുണ്ട്. ആനൻ്റെ ചെവി പറഞ്ഞാൽ ഭയങ്കര കട്ടി കുറവാണ്, എല്ലുകൾ തീരെ ഉണ്ടാവില്ല, പക്ഷേ ധാരാളം ഇതുണ്ടാവും, ഞരമ്പുകളുണ്ടാവും. ഈ ആനനെ ചെവി ഇങ്ങനെ വീശുമ്പോൾ അതിലെ ഒരു കാറ്റുണ്ടാവല്ലോ, അത് ആനയുടെ ഞരമ്പുകൾ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത് രക്തത്തിനെ തണുപ്പിക്കും. ഇതാണ് സംഭവം. ഈ തണുത്ത രക്തം പിന്നീട് തിരിച്ച് ശരീരത്തിലേക്ക് ഒഴുകി ശരീരം തണുപ്പിക്കുകയും ചെയ്യും. അതുപോലെ ആനേൻ്റെ കാര്യങ്ങൾ പറയുമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതോടെ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ആനേൻ്റെ ഈ സൗന്ദര്യവും ആനേൻ്റെ നമ്മളിവിടെ ഒരു കൂട്ടം ആനകൾ നമ്മൾ കണ്ട്, ഒരു കൂട്ടം ആനയെ കുളിപ്പിക്കുന്നതും അങ്ങനെ ഇതൊക്കെ ഒരുപാട് സംഭവം കണ്ട്. അപ്പോൾ ഗുരുവായൂർ ആനപ്പഞ്ചിൽ നിന്ന് വിപിൻ വിശ്വനാഥൻ.